ஐயா வணக்கம். தீயில் குருத்தொரு കുതിരയെ കൊടുങ്കാറ്റിൽ പറക്കും കഴുതയെ കഴുതയല്ല കഴുകൻ, നമ്മൾ അങ്ങനെ വേണം കൃത്യമായിട്ട് പറയാൻ. അപ്പോൾ ഈ തീയിൽ കുരുത്ത കുതിര, കൊടുങ്കാറ്റിൽ പറക്കുന്ന കഴുകൻ, പിന്നെ ഇന്ദ്രന്റെയും ചന്ദ്രന്റെയും ഇടയിലൂടെയൊക്കെ നടക്കുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ, ഇടത് മാറി വലത് മാറി ചാടിക്കെട്ടി അമർച്ചയിൽ ഇടത്ത് വെച്ച് വലത്ത് കൊണ്ട് ചവിട്ടി വലത്തെ വഴിയോട്ട് മാറി ഒരു പ്രത്യേക ആക്ഷൻ എടുക്കുന്ന ഈ ഒരു പ്രത്യേക സാധനത്തിന് സുരേഷ് ഗോപിയെ കാണുമ്പോൾ ഇപ്പോൾ ഭയങ്കര പേടിയാണ്. പിന്നെ ഈ സാധനത്തിന്റെ ചുറ്റുമുള്ള പോരാളികളുണ്ടല്ലോ, അണികൾ, ഈ വേട്ടാവളിയന്മാർക്ക് പിന്നെ സുരേഷ് ഗോപി എന്ന് കേട്ടാലേ തിളക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്നുള്ളൊരു വഴിയിലേക്ക് എത്തിയിട്ടുണ്ട്. സുരേഷ് ഗോപി ഏതൊക്കെ തരത്തിൽ തൃശ്ശൂർ വിജയിപ്പിക്കാൻ സാധിക്കാതിരിക്കാമോ അതിൻ്റെ എല്ലാ പണിയും ഇവറ്റകൾ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. ഇന്ന് തൃശ്ശൂർ മുല്ലശ്ശേരി പഞ്ചായത്തിൽ ഭാരതരി, നരേന്ദ്രമോദി തരുന്ന ഭാരതരി 29 രൂപയ്ക്ക് തരുന്ന ആ അരി വിതരണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് നമ്മുടെ ഈ തീയിൽ കുതിത്ത കുതിരയുടെ വലിയ ഫാൻസ് അസോസിയേഷൻ ആയിട്ടുള്ള പോലീസുകാർ അവിടെ ചാടി വിടുന്നു. ഈ അരി ഇവിടെ വിതരണം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു. അതെന്തുകൊണ്ടാണ് ഇവിടെ വിതരണം ചെയ്യാൻ പാടില്ല എന്ന് BJP ചോദിക്കുന്നു. അപ്പോൾ പറയുകയാണ്, ഈ മുല്ലശ്ശേരി പഞ്ചായത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്, അതുകൊണ്ട് ഈ അരി ഇവിടെ വിതരണം ചെയ്യാൻ പാടില്ല എന്നാണ് ഇവർ പറഞ്ഞത്. ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്, ഓക്കെ, സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, ഇലക്ഷൻ കമ്മീഷനോട് പരാതി കൊടുക്കൂ. അങ്ങനെയാണല്ലോ സാധാരണ ഒരു നാട്ടു നടപ്പെന്ന് പറയുന്നത്. പക്ഷേ ഇലക്ഷൻ കമ്മീഷനൊന്നും പരാതി കൊടുക്കാൻ നമുക്ക് സമയമില്ല. നമ്മൾ ഡയറക്റ്റായിട്ട് വരും, നമ്മൾ പറയും ജംഗിൾ രാജാവ്, നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇവിടെ ചെയ്താൽ മതി എന്നുള്ളൊരു ലെവലിലേക്ക് കേരള പോലീസ് മാറുകയാണ്. അത് പിന്നെ നമുക്ക് പിന്നെ എല്ലാവർക്കും അറിയാലോ. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നവകേരള ബസ്സിൽ നിന്ന് സുഖിച്ച് വരുമ്പോൾ നേരെ അതിൻ്റെ ഫ്രണ്ടിലേക്ക് കരിങ്കൊടി കാണിക്കാനായിട്ട് KSU പ്രവർത്തകർ ചാടി വീഴുന്നു. രക്ഷാപ്രവർത്തനത്തിനായിട്ട് മുഖ്യമന്ത്രിയുടെ തന്നെ അംഗരക്ഷകരായിട്ടുള്ള പോലീസുകാർ വരുന്നു, അടിക്കുന്നു, ഇടിക്കുന്നു, വെട്ടുന്നു, കുത്തുന്നു. മുഖ്യമന്ത്രി അത് കാണുന്നു. എന്നിട്ട് മുഖ്യമന്ത്രി പറയുന്നു, ഇതൊക്കെ ഒരു കൊച്ച് രക്ഷാപ്രവർത്തനമായിട്ട് കണ്ടാൽ പോരെ മോനെ, എന്തിനാ മോനെ ഇതൊക്കെ വലിയ പ്രശ്നങ്ങളാകുന്നത് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അങ്ങനെ ഒരു മുഖ്യനാണ് നമുക്കുള്ളത് എന്നുള്ളതുകൊണ്ട് ഒരു ആശ്വാസമൊക്കെ ഉണ്ട്. നമ്മുടെ TN പ്രതാപൻ അങ്ങുന്നുണ്ടല്ലോ, ഇലക്ഷൻ വരുമ്പോൾ മാത്രം തൃശ്ശൂരിലേക്ക് വന്നൊന്ന് കറങ്ങി കരഞ്ഞ് കാല് പിടിച്ച് ഇങ്ങനെ മെഴുകി കൊച്ചു പിള്ളേരെ മൂക്കൊക്കെ ഇങ്ങനെ തുടച്ചു കൊടുത്തിട്ട് നേരെ ചെന്ന് വേദിയിൽ നിന്ന്, അതായത് ഇസ്ലാമിൻ്റെ വേദിയിൽ നിന്ന്, ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടന എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയല്ല, ആ ഭരണഘടന എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഖുറാനാണ്. ഒരാൾ അയാളുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ മുതൽ നേരെ പരലോകത്ത് പോകുമ്പോൾ വരെ എന്തൊക്കെ ചെയ്യണം എന്ന് പറയുന്ന ആ ഒരു ഭരണഘടന എന്ന് പറയുന്നത് ഖുറാനാണ് എന്നൊക്കെ പ്രസംഗിക്കുന്ന ഈ MP കൃത്യമായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് നരേന്ദ്രമോദിയുടെ ഭാരതരി ഇവിടെ വേവില്ല എന്നാണ്. വേവിക്കാൻ പറ്റുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ എന്ന് അപ്പുറത്ത് നിന്ന് BJP കാര്യം പറയുന്നുണ്ട്. CPM കാര്യം ഇത് ഏറ്റെടുത്തിട്ടുണ്ട്. ഭാരതരി ഉണ്ടല്ലോ, കൊള്ളൂല, പങ്കമാണ്, അഴുക്കരിയാണ് എന്നാണ് CPM കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ CPM കോവിഡ് കാലത്ത് കിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ കിറ്റിനെ പറ്റി ആരെങ്കിലും കുറ്റം പറഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ ഉടനെ അവർ മറ്റേ ലൈന് പിടിക്കും. സൈഡ് BG ഇട് മോനെ, സൈഡ് BG ഇട് എന്ന് പറഞ്ഞിട്ട് ഈ കോവിഡിൻ്റെ കാലത്ത് പാവങ്ങൾ ഒരിറ്റ് അരിയില്ലാതെ ഒരിറ്റ് വെള്ളമില്ലാതെ കഷ്ടപ്പെടുമ്പോൾ നമ്മുടെ പിണറായി വിജയൻ അദ്ദേഹത്തെ സ്വന്തം പാടത്ത് നിന്നും കൊയ്ത് കൊണ്ടുവരുന്ന ഈ അരി കിറ്റിലാക്കി നിങ്ങൾക്ക് തരുമ്പോൾ പറയുന്നത് കേട്ടോ, കിറ്റ് കൊള്ളില്ലാന്ന്. ഇങ്ങനെയൊന്നും പറയല്ലേ മക്കളെ, ഇങ്ങനെയൊന്നും പറയല്ലേ എന്നൊക്കെ ഒരു സൈഡ് BG ഒക്കെ ഇട്ട് ഈ സമയത്താണോ മക്കളെ രാഷ്ട്രീയം പറയുന്നത്? ആ ഒരു കാർഡ് ഇറക്കി. പിന്നെ പോരാത്തതിന് അന്നം തരുന്നവരുണ്ടല്ലോ, അത് ആരായിരുന്നാലും ദൈവമാണ്, ദൈവം. നമ്മുടെ വാത്സല്യത്തിലെ മേലേടത്ത് രാഘവൻ നായരുടെ ഒരു ലൈനൊക്കെ എടുത്തിട്ടിട്ട് കിറ്റിന് ആര് കുറ്റം പറഞ്ഞാലും ഉടനെ തന്നെ നിനക്ക് എന്ത് അന്തസ്സാടാ ഉള്ളത്, ആദ്യം നിലയും വിലയും ഉണ്ടാക്കും എന്നിട്ട് പറയാം അന്തസ്സിനെ കുറിച്ച് എന്നൊക്കെ പറയുന്ന മാസ് ഡയലോഗൊക്കെ അടിച്ച് വലിയ PR വർക്കൊക്കെ കൊടുത്തിട്ടതാണ്. ആക്ച്വലി നരേന്ദ്രമോദി തന്നെ തരുന്ന സാധനം, കേന്ദ്രത്തിൽ നിന്ന് തരുന്ന സാധനമാണ് ഇവരിവിടെ വരുമ്പോൾ മോദിയുടെ പടം എടുത്ത് മാറ്റിയിട്ട് പിണറായിയുടെ എംബ്ലം ഒടിച്ച് കിറ്റായിട്ട് കൊടുക്കുന്നത് എന്നുള്ളത് വേറൊരു കാര്യം. ഇപ്പം നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, കുടുംബശ്രീ ഹോട്ടലുകൾ അടക്കം കേന്ദ്രത്തിൻ്റെ ഫണ്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് പൂട്ടിപ്പോകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അതും പോരാഞ്ഞിട്ട് ഉച്ചക്കഞ്ഞി വിതരണം, കൊച്ചു പിള്ളേരെ ഉച്ചക്കഞ്ഞി വിതരണം എന്തുകൊണ്ടാണ് മുടങ്ങുന്നത് എന്ന് ചോദിച്ചാൽ അത് നമുക്ക് കേന്ദ്ര ഫണ്ട് തന്നില്ല, അതുകൊണ്ടാണ് അത് മുടങ്ങുന്നത് എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ അരി വിതരണം നടത്തുമ്പോൾ നമ്മുടെ CPMൻ്റെ മുഖപത്രമായിട്ടുള്ള ദേശാഭിമാനിയും പിന്നെ കൈരളി പീപ്പിളും എല്ലാം ചെന്ന് ജനങ്ങളുടെ അടുത്ത് ചെന്നിട്ട് ഇതിനെക്കുറിച്ച് മോശം പറയിപ്പിക്കുക തീവ്ര പരിശ്രമത്തിലാണ്. കൈരളിയിൽ ഒരു ബൈറ്റ് ഇപ്പം തന്നെ പുറത്ത് വന്നിട്ടുണ്ട്. ഒരു വീട്ടമ്മയുടെ ഫ്രണ്ടിൽ കൊണ്ട് മൈക്ക് വയ്ക്കും, എന്നിട്ട് ആ വീട്ടമ്മ ഈ അരി കൊള്ളില്ല, ഈ അരി എന്ന് പറയുന്നത് ഒരു വേവില്ലാത്ത അരിയാണ്, അരിയിൽ മൊത്തം കല്ലാണ്, പുഴുക്കളാണ്, പിന്നെ അരി എന്ന് പറയുന്നത് നരേന്ദ്രമോദി തരുന്ന അരിയാണ്, അരി ഇവിടെ വേവില്ല, ഇത്രയും മതിയോ എന്ന് പറയുന്ന ഒരു ബൈറ്റ് ഇപ്പോൾ വളരെ വ്യാപകമായിട്ട് പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ജേർണലിസം അല്ല, ഇത് പാർട്ടി പ്രവർത്തനമാണ്. ഈ ലിവന്മാരാണ് മറ്റുള്ള മാധ്യമ പ്രവർത്തകരെ നോക്കിയിട്ട് മാപ്രകൾ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇതിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ VK ശ്രീകണ്ഠൻ MP എന്ന് പറയുന്ന അവിടെ ഒരു MP ഉണ്ടല്ലോ, ആ VK ശ്രീകണ്ഠൻ MP എന്ന് പറയുന്ന MP ഇപ്പോൾ തൃശ്ശൂരിൽ നടക്കുന്ന അരി വിതരണത്തെ കണ്ടിട്ട് പറഞ്ഞിരിക്കുന്നത്, ജില്ലയിൽ കർഷകർ കിടന്ന് ബുദ്ധിമുട്ടുന്നത് നിങ്ങളൊന്നും കാണുന്നില്ലേ? ഈ കർഷകർ കിടന്ന് ബുദ്ധിമുട്ടുന്നതിൻ്റെ ഇടയിൽ
സുരേഷ് ഗോപി ഇങ്ങനെ അരിയും കൊടുത്തോണ്ടിരുന്ന അത് കർഷകരുടെ കാര്യമൊക്കെ നമുക്ക് പരിഹരിക്കണ്ടേ എന്നാണ് വി കെ ശ്രീകണ്ഠൻ MP പറയുന്നത്. സുരേഷ് ഗോപി അവിടെ നിന്ന് ജയിക്കുകയാണെങ്കിൽ സുരേഷ് ഗോപി ആരാണ്? ഒരു കേന്ദ്രമന്ത്രിയാണ്. സുരേഷ് ഗോപി വെറും കേന്ദ്രമന്ത്രിയല്ല, ആ തൃശ്ശൂരുള്ള ജനങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഒരു ഫോൺ കോളിൽ നരേന്ദ്രമോദിയെ ഏത് ഉറക്കത്തിലും കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കേന്ദ്രമന്ത്രിയാണ്. പിന്നെ സുരേഷ് ഗോപി ഇത്രയും കാലം അവിടെ എന്ത് ചെയ്തു എന്നുള്ളത് തൃശ്ശൂരുള്ള ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. തൃശ്ശൂർ ശക്തൻ മാർക്കറ്റിനും തൃശ്ശൂർ ചുറ്റുള്ള ജനങ്ങൾക്കും അവിടെ കരിവന്നൂർ സഹകരണ സംഘത്തിൽ തട്ടിപ്പ് നേരിട്ട പല ആൾക്കാർക്കും വേണ്ടി സുരേഷ് ഗോപി എന്ത് ചെയ്തു എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. സുരേഷ് ഗോപി ചെയ്തു തുടങ്ങിയപ്പോഴാണ് നമ്മുടെ പ്രതാപണ്ണനൊക്കെ ഓടി വന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ തൃശ്ശൂർ മാത്രമല്ല സുരേഷ് ഗോപി ഇത് ചെയ്യുന്നത്, കർഷകർക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളൊരു ചോദ്യം ചോദിച്ചല്ലോ. നമ്മുടെ ആലപ്പുഴയിൽ വായ്പ കിട്ടാത്തതിനെ തുടർന്ന് പ്രസാദ് എന്ന് പറഞ്ഞ ഒരു കർഷകൻ ആത്മഹത്യ ചെയ്തിരുന്നു. ആ പ്രസാദ് എന്ന് പറഞ്ഞ കർഷകന്റെ കുടുംബത്തിന് 3,70,000 രൂപ, അത് തൃശ്ശൂരല്ല ആലപ്പുഴയാണ്, 3,70,000 രൂപയാണ് സുരേഷ് ഗോപി കൊടുത്തത് അവരുടെ വീടിന്റെ ജപ്തി ഒഴിവാക്കാനായിട്ട്. ഈ വിവരങ്ങൾ വല്ലതും അറിഞ്ഞായിരുന്നോ? പോരാത്തതിന് ആ ജപ്തി ഒഴിവാക്കാൻ പൈസ കൊടുത്തിട്ടും സർക്കാർ വിട്ടില്ല. സർക്കാർ വിടാത്തത് കൊണ്ട് പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രിയായിട്ടുള്ള കെ രാധാകൃഷ്ണനെ സുരേഷ് ഗോപി കോണ്ടാക്ട് ചെയ്യുകയും ആ മന്ത്രിയുമായിട്ട് സുരേഷ് ഗോപി കാര്യങ്ങൾ സംസാരിച്ചാണ് ആ കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കി കൊടുത്തത് എന്നും വി കെ ശ്രീകണ്ഠൻ അറിയാത്തതല്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെ കേരളത്തിൽ കുറെ കർഷകരൊക്കെ ബുദ്ധിമുട്ടുന്നുണ്ട്. നമുക്ക് ഉത്തരേന്ത്യയിലുള്ള കർഷകരുടെ കാര്യം കുറച്ചങ്ങ് മാറ്റി പിടിക്കാം. അത് നമ്മൾ കിടക്കുന്ന നമ്മുടെ മൂക്കിൻ്റെ താഴെയുള്ള കാര്യങ്ങളാണല്ലോ നമ്മൾ നോക്കേണ്ടത്. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ, പ്ലീസ് ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സുരേഷ് ഗോപി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭാരത് അരി ഇവിടെ വിതരണം നടത്തുമ്പോൾ ആ അരി കൊള്ളില്ല എന്ന് പറയുന്ന ഇവിടെയുള്ള കമ്മിക്കുട്ടന്മാരും സുഡാപ്പികളും പിന്നെ സുരേഷ് ഗോപിയെ തോൽപ്പിച്ചേ അടങ്ങൂ എന്ന് വിചാരിക്കുന്ന ഈ ലവന്മാരും ദൈവത്തിൽ പോലും വിശ്വാസമില്ല. എന്നിട്ടാണ് സുരേഷ് ഗോപി മാതാവിൻ്റെ തലയിൽ കിരീടം കൊണ്ടുവച്ചപ്പോൾ അത് താഴെ വീണു. ഇത് ദുർനിമിത്തമാണ്, സുരേഷ് ഗോപി ശരിയാവില്ല, തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ചാൽ ഒട്ടും ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞു വരുന്നത്. നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടോ? നിങ്ങൾക്ക് നിമിത്തത്തിൽ വിശ്വാസമുണ്ടോ? നിങ്ങൾ രാഹുവിലും കേതുവിലും വിശ്വസിക്കുന്നുണ്ടോ? ഞങ്ങൾ അതൊന്നും വിശ്വസിക്കുന്നില്ല. പിന്നെ നിനക്കൊക്കെ എങ്ങനെ അറിയാതെ ഇത് ദുർനിമിത്തമാണെന്ന് എന്നൊരു ചോദ്യം തിരിച്ചു ചോദിച്ചാൽ തീരാന്നുള്ള കേസേ ഉള്ളൂ. പക്ഷേ സുരേഷ് ഗോപിയുടെ കേസ് വരുമ്പോൾ ഇവരെല്ലാവരും ജഡിലശ്രീ PK ശിബുസ്വാമിമാരായി മാറും എന്നുള്ളതാണ്. ജ്യോതിഷം, രാശി, ഫലം, ഹോമം അങ്ങനെയുള്ള പല കാര്യങ്ങളിലും അങ്ങോട്ട് പ്രാവീണ്യമുള്ള ആൾക്കാരായിട്ട് ഇവർ മാറും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ ഭാരത് അരിയുടെ കാര്യം, ഈ ഭാരത് അരി വിതരണം നടത്തുന്നത് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുമാണ്. അല്ലാതെ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കാൻ വേണ്ടിയിട്ടല്ല ഈ ഭാരത് അരി വിതരണം ചെയ്യുന്നത്. എല്ലാ ജനങ്ങൾക്കും ഇന്ത്യയിൽ ഭാരത് അരി വിതരണം ചെയ്യുന്നുണ്ട്. അത് കഴിക്കുന്ന ആൾക്കാർ നല്ല അഭിപ്രായം പറയുന്നുണ്ട്. പോരാത്തതിന് അത് നല്ല രീതിയിൽ സാമ്പാറും മോരും തൈരും കൂട്ടി കുഴച്ചടിക്കുന്ന കമ്മികളെയും ഇഷ്ടം പോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഉള്ളിൻ്റെ ഉള്ളിൽ ഭാരത് അരിക്ക് വൻ സ്വീകാര്യത കൊടുത്തുകൊണ്ട് പിന്നെ പാർട്ടി വഴിയാണ് നമ്മൾ ജീവിക്കുന്നത്, അതുകൊണ്ട് ഈ അരിയെ കുറ്റം പറയണമല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞോണ്ട് തിന്നുന്ന പല കമ്മികളും ഉണ്ട് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് സുരേഷ് ഗോപിയെ ഈ പിപ്പിടി കാണിച്ചൊന്നും പേടിപ്പിക്കാൻ നോക്കണ്ട എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അപ്പം ശരി, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.